അവനവൻ്റെതായിട്ടുള്ള ശൗച പ്രക്രിയകളെല്ലാം കഴിഞ്ഞതിന് ശേഷം ധ്യാനം. ഗുരു എന്താണോ ഉപദേശിച്ച് തന്നത് അത് നിത്യവും ചെയ്യണം. അത് മണിക്കൂർ കണക്കിൽ ചെയ്യണം. നിരന്തരം ചെയ്യുമ്പോൾ അതൊരു നാൾ പ്രകാശിക്കും. നിന്റെ ഉള്ളിലുള്ള തീ, ഒരു കനൽ, നീ നിത്യേന ഊതിക്കൊണ്ടേയിരിക്കണം. ഊത 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 അത് ആടി കത്താൻ തുടങ്ങും. ആ കത്തുന്നതാണ് നിങ്ങളുടെ ജ്ഞാനം. അത് കത്തിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒന്നും ഒരു പ്രശ്നമില്ല. ഇതിന്റെ ഒരു ഒറ്റ വാക്കാണ് ആ പുള്ളിക്കാരൻ നേരത്തെ പറഞ്ഞത്, നീ സത്യം, ജ്ഞാനം, ആനന്ദം. അതായത് സത്യത്തിലേക്ക് തിരിച്ചറിയുമ്പോഴാണ് ആനന്ദത്തെ ലഭിക്കുന്നത്. ഇന്ന് എന്തുകൊണ്ടാണ് ജനങ്ങൾ, നമ്മൾ ഈ പറയുന്ന ഹിന്ദുക്കൾ, ഈ സിസ്റ്റത്തെ വെടിഞ്ഞു ദൂരോട്ട് പോകുന്നതെന്നുള്ളത് സ്വാമി ഒന്ന് ചിന്തിച്ചു നോക്കണം. എന്തുകൊണ്ടാണ്? അവർക്ക് ആ ഫീലിംഗ് കിട്ടുന്നില്ല, ആനന്ദം കിട്ടുന്നില്ല. വെറും ഭക്തന്മാര് മാത്രമേ ഇവിടെ ഉള്ളൂ. അതായത് സുഖം മാത്രം. അതേ ഉള്ളൂ, സുഖം മാത്രമേ ഉള്ളൂ. സുഖമുള്ളവിടെ ദുഃഖമുണ്ട്, പക്ഷെ ആനന്ദം കിട്ടുന്നില്ല. അപ്പൊ അത് കിട്ടിക്കേണ്ട ഉത്തരവാദിത്വം അത് ലഭിച്ചവരാണ്. ഇന്ന് ഗുരുകുല സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു, ഗുരു പറഞ്ഞത് അനുസരിക്കുമായിരുന്നു. ഇന്ന് അതില്ല. ഗുരുക്കന്മാരുമില്ല, ഗുരുകുല സമ്പ്രദായമില്ല. ഗുരുക്കന്മാര് കുട്ടികളെ കണ്ടാൽ ഓടി ഒളിക്കുകയാണ് ഇപ്പോ. അത് ഞാൻ കാണുന്നത് എന്താണെന്ന് അറിയാം സ്വാമി, കുറെ ഗുരുക്കന്മാരെ ഞാൻ കാണുന്നുണ്ട്. അതല്ല, ഞാൻ ഗുരുക്കന്മാരെ ഒന്ന് പറഞ്ഞത് സ്കൂളിലെ കുട്ടികളാണ് കേട്ടോ. ഇന്ന് കുട്ടികളിനെ ഒന്നും പറയാൻ പറ്റില്ല, അടിക്കാൻ പറ്റില്ല, ചീത്ത പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. ഗുരുകുല സമ്പ്രദായത്തിലൂടെ നിങ്ങളൊരു ഏതെങ്കിലും ഒരു ഗുരുനാഥൻ്റെ കീഴിൽ ഒരു ആശ്രമങ്ങളിൽ പോയിട്ട് ഒരു മന്ത്രം നിത്യേന ഉരുവിടും. ഒരുപാട് കുഴി കുഴിക്കണ്ട, ഒരു കുഴി, അതിൽ വെള്ളം കാണും, അതിൽ ശാന്തി കിട്ടും, നിങ്ങൾക്ക് ആനന്ദം വരും. സ്വാമി ഈ പറഞ്ഞതാണ് ഇതൊന്ന് പ്രചരിപ്പിക്കേണ്ടത്, ഇതാണ് കൊടുക്കേണ്ടത് ജനങ്ങൾക്ക്. ഞാൻ ഇന്നലെ വന്നിട്ടുണ്ടെങ്കിൽ ഇന്നലെ 2 മണി വരെ ഇവിടെ ഇരുന്നു. വേദഗ്രന്ഥങ്ങൾ ഇവിടെ ഒരുപാട് എഴുതപ്പെട്ടിട്ടുണ്ട്. ഈ ഭൂലോകത്തുള്ള സകല വേദഗ്രന്ഥങ്ങളും പഠിച്ചിട്ട് ഈശ്വരനെ കിട്ടത്തില്ല. നിങ്ങൾ നിത്യേന ചെയ്യുന്ന ഒരു കർമ്മത്തിനെ നിത്യേന ചെയ്തുകൊണ്ട് നിങ്ങൾ മറ്റുള്ളതിനൊക്കെ അന്വേഷിച്ചോട്ടെ. പക്ഷെ നിത്യേന ചെയ്യുന്ന കർമ്മം അത് ചെയ്തുകൊണ്ടേയിരിക്കണം. നിത്യേന ഭക്ഷിക്കുന്നുണ്ടല്ലോ, നമ്മള് വെള്ളം കുടിക്കുന്നുണ്ടല്ലോ. അതുപോലെ സ്വാമി ഇതും കൂടെ പറയണം, ഈ കർമ്മം ചെയ്യുന്നത് കൊണ്ടുള്ള അവനവന് സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്താണ്, ഗുണങ്ങൾ എന്താണ്, ഇതും കൂടെ സ്വാമി ഒന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. നിത്യേന ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ട് സത്യം വചാ ധർമ്മം ചര, സത്യം പറയാ, ധർമ്മത്തിലൂടെ പ്രവർത്തിക്കുക. അപ്പോൾ മറ്റുള്ളവരുടെ പ്രശ്നത്തിലും അവൻ്റെ വളർച്ചയിലും തളർച്ചയിലും കോട്ടങ്ങളിലും നമ്മൾ കാണാതിരുന്ന നമ്മുടെ മനസ്സ് പവിത്രമാകും. മനസ്സിനെ പവിത്രമാക്കിയാൽ നിനക്ക് പ്രശ്നങ്ങളില്ല, ടെൻഷനില്ല, BP ഇല്ല. എല്ലാവരും തേടുന്നത് സുഖമാണ്, ഈ സുഖത്തിന് വേണ്ടിയാണ്. എന്നാൽ സുഖത്തിനെ ആരും കണ്ടെത്തുന്നില്ല, മനസ്സിലല്ലേ? അപ്പോൾ സുഖത്തിനെ കണ്ടെത്തണമെങ്കിൽ എന്ത് വേണം? നിത്യേന ഒരു കർമ്മം നിങ്ങൾ നിത്യേന ചെയ്യണം. അത് നിരന്തരം ചെയ്യണം. നിരന്തരം നമ്മൾ വെള്ളം കുടിക്കുകയാണെങ്കിലോ ഭക്ഷണം കഴിക്കുകയാണെങ്കിലോ ഈ ശരീരം നിലനിർത്താൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യണത്. അപ്പോൾ മനസ്സിൻ്റെ ആരോഗ്യം നിലനിർത്തണമെങ്കിൽ നല്ല ധ്യാന പ്രക്രിയകൾ നിങ്ങൾ നിരന്തരം ചെയ്യണം. ഇതാണ് ഇവിടെ ഈ സാറും പറഞ്ഞത്, കുറച്ച് നേരത്തെ സാറും പറഞ്ഞ ഇതാണ്, അമ്പലങ്ങളെന്ന് പറയുന്നത് പ്രാർത്ഥിക്കാനുള്ള വെറും ഒരു ആലയങ്ങളല്ല, അവിടെ വേദങ്ങൾ അഭ്യസിക്കാനും ഇതുപോലെ ധ്യാനങ്ങൾ ചെയ്യാനുമുള്ള കേന്ദ്രങ്ങളാണ്. നമ്മൾ ഒരു അമ്പലത്തിൽ പോകുമ്പോൾ അവിടെയുള്ള ആ എനർജിയെ നമ്മൾ ഫീൽ ചെയ്യണം, എന്നാലേ നമുക്കത് ആനന്ദം ഉണ്ടാവുള്ളൂ. തന്നെയാണ് ഇതൊക്കെ വരാൻ വേണ്ടി തന്നെയാണ് ഒന്ന് തുടങ്ങി വെച്ചത്. അതെ, അപ്പൊ ഒന്ന് എവിടെയെങ്കിലും ആരെങ്കിലും ഒന്ന് തൊട്ട് വെച്ചാലേ ബാക്കിയുള്ള അതെ, അതിന്റെ ആന്തരികത്തിലേക്ക് നമ്മൾ ഡയറക്റ്റ് തുടരണമെന്നാണ് ഞാൻ പറയുന്നത്. പുറമേ നിന്ന് കളിച്ചിട്ട് കാര്യമില്ല. ഇല്ല, നിങ്ങൾക്ക് IAS പരീക്ഷ പോയി എഴുതാൻ പറ്റുമോ? ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവരിൽ ചർച്ചകളിൽ അതല്ല. LKG മുതൽ പോയാലേ അവിടെ പോളൂ. IAS എത്തിയിട്ട് പിന്നെ അപ്പൊ പറയാം LKG വേണ്ടെന്ന്. ഇപ്പൊ ഇവിടെ പോണത് എവിടുന്ന്? IAS എത്തണമെങ്കിലും LKG പോകണം. യാതൊരു ലെവലും ഇല്ലാത്തവരല്ല ഇവിടെ ഇരിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവര് ഈശ്വരനിലേക്ക് എത്തുന്നതിന് വേണ്ടി, ഈശ്വരനെ അറിയുന്നതിന് വേണ്ടി പൂർണ്ണമായ മനസ്സോടെ ഇരിക്കുന്നവരാണ്. അതുകൊണ്ടാണ് സ്വാമിയുടെ മുന്നിൽ അവരിയ്ക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അപ്പോൾ ഈ ജനിക്കുന്ന നമ്മുടെ ഈ ഒരാൾക്കും ഈ ബുദ്ധിയോ ജ്ഞാനമോ ഇല്ലാത്തവരല്ല. എല്ലാവരും ബുദ്ധിയോടുകൂടി തന്നെയാണ് ജനിക്കുന്നത്. എന്നാൽ പലർക്കും പലതരത്തിലുള്ള ഫോൾഡറുകൾ അടഞ്ഞു കിടക്കുകയാണ്. പലർക്കും അവനവൻ്റെ ഫോൾഡറുകൾ അടഞ്ഞു കിടക്കുകയാണ്. ഈ അടഞ്ഞു കിടക്കുന്ന ഫോൾഡർ തുറക്കണമെങ്കിൽ എന്ത് വേണം? ഏതെങ്കിലും ഒരു ഗുരുനാഥൻ തൊട്ട് കൊടുക്കണം.
അതിൻ്റെ അഴുക്ക് മാറ്റിയാൽ അവൻ ആ ജ്ഞാനം കിട്ടും. അതാണ് ഇവിടുത്തെ നമ്മുടെ ഭാരതത്തിന്റെ യഥാർത്ഥ സംസ്കാര രീതി. വേറെ ഒരു കാര്യം കൊണ്ട് കേട്ടോ, ഇത് പിന്നെ എല്ലാവരും ഇതിലേക്ക് എത്തും. ഒരു അച്ഛൻ്റെ മക്കൾ 5 മക്കളുണ്ടെങ്കിൽ 5 തീരത്തിലാവും. കാരണം എന്താ പറയുക, ഇത് ജന്മങ്ങൾ നമ്മളിത് പറയും, എല്ലാവരും പറയും നമ്മൾ മരിക്കുമ്പോൾ ഒന്നും കൊണ്ടുപോകില്ല. സത്യമാണത്. എന്താണ് ജീവിച്ച സംസ്കാരം കൊണ്ടു പോകണം അടുത്ത ജന്മത്തിലുള്ളത്. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇവിടെ വന്ന ആൾക്കാർ, ഒരുപാട് ആൾക്കാർ അവിടെ പോയി സദ്യ കഴിച്ചു അല്ലേ? എത്ര ഒരു 16 കണക്കിന് ആൾക്കാർ സദ്യ കഴിച്ചിട്ടുണ്ടാവുന്നുണ്ട്. എത്ര ആൾക്കാർ പിന്നണിയിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 10-20 ആൾക്കാർ പണിയെടുത്തു അല്ലേ? ഇതുപോലെ തന്നെ 16 ആൾക്കാരുടെ അതിൽ 10-15 ആൾക്കാർ ഉണ്ടാവുള്ളൂ ഇതിലേക്ക് വരാൻ. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മളെ ഗ്രന്ഥങ്ങൾ വിളിച്ചു പറയാനുള്ളതല്ല, അന്വേഷിച്ച് വരാനുള്ളതാണ്. അന്വേഷിച്ച് വരുന്നവനെ അത് പഠിക്കാൻ പറ്റും. അതിലൊരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറയുന്നത്, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവർ എന്തായാലും വ്യക്തമായിട്ട് നമ്മളിവിടെ ഇപ്പോൾ കണ്ടുമുട്ടിയില്ലേ, നമ്മൾ വിചാരിക്കട്ടെ ഈ ജന്മത്തിലുള്ള അല്ല, കഴിഞ്ഞ ജന്മത്തിൽ പല നമ്മൾ എന്തൊക്കെയോ ബന്ധങ്ങൾ ഉണ്ടായിരിക്കും. ആണെന്ന് പറഞ്ഞില്ല, ഉണ്ടായിരിക്കും. ഇപ്പൊ ഈ കൂടിയിരിക്കുന്നതിൽ ഈ ഓരോരുത്തരും അതെ, ഈ കൂടിയിരിക്കുന്നവര് അല്ല, അപ്പൊ ഈശ്വരനെ അല്ലേ സ്വാമി, ഇതല്ലേ കാര്യം സ്വാമി, ഇതല്ലേ കാര്യം. ഈ കൂടിയിരിക്കുന്നവരെല്ലാവരും ആഗ്രഹിക്കുന്നത് എന്തുവാ? ഈശ്വരനെ അറിയുക എന്നുള്ളത് തന്നെയാണ്. സാക്ഷാൽ ഈശ്വരനെ അറിയുക എന്നുള്ളത് തന്നെയാണ്. അതായത് ഇപ്പോൾ എനിക്കൊരു ആപ്പിൾ കഴിക്കണമെങ്കിൽ ഞാൻ ഉടൻ ആപ്പിളിനെ കുറിച്ചുള്ള ഒരു ആപ്പിൾ എന്താണ്, അത് എവിടെയാണ് ഫലിക്കുന്നത്, കൃഷി ചെയ്യുന്നത്, എങ്ങനെയാണ് അതിനെ വിളവെടുക്കുന്നത്, അതെങ്ങനെയാണ് ഇവിടെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച്, അതിൻ്റെ ആപ്പിളിനെ കുറിച്ചുള്ളത് പഠിച്ചിട്ട് കാര്യമില്ല. ഞാൻ ആപ്പിൾ എവിടെ കിട്ടുന്നോ അവിടെ നിന്ന് വാങ്ങിക്കഴിക്കണം. അപ്പോൾ അതാണ് നേരത്തെ സ്വാമി പറഞ്ഞത്, ഈശ്വരനെ അറിഞ്ഞ ഒരു വ്യക്തിക്ക് മാത്രമേ ആ ഈശ്വരനെ മറ്റുള്ളവർക്ക് അറിയിക്കാൻ പറ്റത്തുള്ളൂ. അതിനെയാണ് ഗുരു എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഗുരു തത്വത്തിലേക്കും ആ ഒരു സിസ്റ്റത്തിലേക്കുമാണ് നമ്മൾ എത്തിക്കേണ്ടത്. ബാക്കി നമ്മുടെ ഈ വേദഗ്രന്ഥങ്ങളൊക്കെ പറയുന്നത് എന്തുവാണ്, ഈ ആപ്പിളിനെ കുറിച്ച് എങ്ങനെയാണോ നമ്മൾ ഒരു ഗൂഗിൾ ആപ്പ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ആപ്പിളിനെ കുറിച്ച് എല്ലാം അറിയാം, അതിൻ്റെ ഗുണങ്ങൾ അറിയാം, അതിൽ എന്തൊക്കെ കണ്ടൻസ് അടങ്ങിയിട്ടുണ്ട്, ഇതൊക്കെ അറിയാൻ പറ്റും. അതുപോലുള്ള ഡീറ്റെയിൽസാണ് ഈശ്വരനെ കുറിച്ച് എഴുതിയിരിക്കുന്നു വേദഗ്രന്ഥങ്ങൾ. എന്നാൽ ഈശ്വരൻ ആരിലുണ്ട്? അറിഞ്ഞു ആര്? അവരിൽ നിന്ന് സ്വീകരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിലേക്ക് പോവേണ്ടത്. അങ്ങനെയല്ലേ സർ? അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ ഹിന്ദുക്കളെ ദൈവം ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ആരാണ്? കൃഷ്ണനാണ് അല്ലേ? ശ്രീരാമനാണ്. എന്നാൽ ഇതിൽ ഗ്രന്ഥങ്ങളിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഈശ്വരനാണ്? എന്നാൽ കൃഷ്ണനിലൂടെ ഒരുപാട് ഉപദേശങ്ങൾ തന്നിരിക്കുന്നു. ആരാ ഉപദേശം കൊടുക്കുന്ന? ഗുരുവാ. എന്താണ് ഗുരു? സാക്ഷാൽ പരംബ്രഹ്മ. അതെ, നമ്മളെന്താ വെച്ചാല് പിന്നെ സംവാദങ്ങൾ, ഇതുപോലെ സംവാദമാണ്. അർജുന ശ്രീകൃഷ്ണ സംവാദമാണ് ഭഗവത്ഗീത. അപ്പൊ സംവാദത്തിന് ആരും തയ്യാറില്ല, തർക്കിക്കാനേ തയ്യാറില്ല. തർക്കിക്കലാണ് കൂടുതൽ ഇവിടെ. അപ്പൊ എങ്ങനെ തർക്കം വരുന്ന എവിടെയാണ്? തർക്കം വരുന്ന എവിടെയാണ്? ഒരാൾ തീരെ അറിയാത്ത ആളും ഒരാൾ അറിയുന്ന ആളും അവിടെ തർക്കം വരും. നേരെ വെച്ച് ഞാൻ കുറച്ച് അറിയുന്ന ആൾ, നിങ്ങൾ കുറച്ച് അറിയാത്ത ആളാണെങ്കിൽ സംവാദം നടക്കും. കാരണം അതിൽ പോയിന്റുകൾ തിരുത്താൻ വേണ്ടി നമ്മുടെ ഗുരുക്കന്മാര് വേറൊരു വാക്ക് പറഞ്ഞത്, വിദ്വാനേവ വിജാനാദി വിദ്വജ്ജന പരിശ്രമ നഹി ഗുരുവിൻ വന്ധ്യ പ്രസവ വേദന. വിദ്യയെക്കുറിച്ച് അറിയുന്നവന് വിദ്വാനെ മനസ്സിലാക്കാൻ പറ്റും. ഒരു പ്രസവിച്ച സ്ത്രീക്ക് പ്രസവ വേദനയെ കുറിച്ചിട്ട് പറയാൻ പറ്റും. ഒരു വന്ധ്യയ്ക്ക് ഒരിക്കലും പ്രസവ വേദനയെ കുറിച്ചിട്ട് അനുഭവജ്ഞാനം ഉണ്ടാകില്ല. അഭിനയിച്ച് കാണിക്കാം. അനുഭവജ്ഞാനം ഉണ്ടെങ്കിൽ അത് അനുഭവിച്ചവർക്ക് മാത്രമേ സാധ്യമാകൂ. അല്ലേ? പുളിയാണെങ്കിലും മധുരമാണെങ്കിലും ചവർപ്പാണെങ്കിലും അതിനെ രുചിച്ചവൻ മാത്രമേ അതിൻ്റെ രുചി എന്താണെന്ന് അറിയുള്ളൂ. ചവർപ്പെന്ന് പറഞ്ഞാൽ ചവർപ്പ് എന്താണെന്ന് അറിയില്ല. ഇല്ല, ആ ചവർപ്പുള്ള സാധനത്തിന് രുചിച്ചാൽ മാത്രമേ ചവർപ്പ് എന്താണെന്ന് അറിയുള്ളൂ. അപ്പോൾ എല്ലാവരും നമ്മൾ പലതിനെയും എന്താണ് വേണ്ടത്? പഠിക്കാൻ ശ്രമിക്കുക. നല്ല ഒരു സംസ്കാരം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. പഠിക്കാൻ ശ്രമിക്കാണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞതുകൊണ്ട് ഒരു കാര്യമില്ല. താഴ്മയോടെ ആദ്യം പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം തീരും, ഈ സംവാദങ്ങളെല്ലാം തീരും. ഈ പറഞ്ഞ ഈ ആപ്പിൾ എവിടെയുണ്ടോ ആ ആപ്പിളിനെ വാങ്ങിച്ച് കഴിക്കുക. എന്നിട്ട് ആ രസം നുകരൂ, അതിനെ ആസ്വദിക്കൂ, അതിൽ ആനന്ദിക്കൂ.
പിന്നെ നേരത്തെ ചേട്ടൻ ചോദിച്ചില്ലേ പിന്നെ എന്തിനാ ഈ അമ്പലത്തിൽ പോകണം എന്തിനാ അറിയുന്നത് 5 ഇന്ദ്രിയങ്ങൾ ഒരുമിച്ച് ആക്റ്റീവ് ആവുന്ന സ്ഥലമാണ് അമ്പലം മാത്രം. അറിയുന്നത് വേറെ എവിടെ 5 ഇന്ദ്രിയങ്ങൾ ഒരുമിച്ച് ആക്റ്റീവ് ആവും. അത് അമ്പലത്തിൻ്റെ നട തുറക്കുമ്പോഴത്തേക്ക് കണ്ണ് വെളിച്ചം, അതിൻ്റെ നിലവിളക്കിൻ്റെ വെളിച്ചം, മണിനാഥം, ചെവി, ചന്ദനത്തിരി, മറ്റേ കണ്ണ്, മൂക്ക്, പുണ്യാഹം, ത്വക്ക്, ഇങ്ങനെ 5 കാര്യങ്ങൾ ഒരുമിച്ച് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ് വീട്ടിലും ചെയ്തുകൂടെ? ഇല്ല 5 ദിനം വീട്ടിലുണ്ടാക്കാല്ലേ? ഉണ്ടല്ലോ, ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ആ പവറിൽ ചെയ്യാൻ ഒരു പറ്റും. പ്രതിഷ്ഠ വെച്ചിട്ട് ഞാനത് പറയുന്നതാണെങ്കിൽ 5 ദിനം വീട്ടിലുണ്ടാക്കാം. ഞാൻ ഒരു കാര്യം പറയാം. ചന്ദനന്മാരാണ്, താങ്ങിരുമാരാണ്, ഈ ചീനിമാരാണ്. എനിക്കൊരു വിഗ്രഹം വീട്ടിൽ വെച്ചിട്ട് എനിക്ക് 5 ദിനം ഉണ്ടാക്കില്ല. അതിന്റെ ഗുണങ്ങൾ വേണ്ടേ? എന്താ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞത്? വീടല്ലേ ക്ഷേത്രം? ഞാൻ ആരാധിക്കുന്നത് എന്റെ വീടല്ലേ ക്ഷേത്രം? എന്താ ക്ഷേത്രം എന്ന് പറഞ്ഞാ? എന്താ ക്ഷേത്രം അറിയാം? ക്ഷേത്രം എന്താണ്? ശരീരമാണ് ക്ഷേത്രം. വീടൊന്നുമല്ല, വീടും ക്ഷേത്രമാണ്. ക്ഷേത്രത്തിൽ ചൈതന്യത്തിന്റെ അനുപാതത്തിന്റെ വ്യത്യാസം വരും. ഈ വീട് ക്ഷേത്രമല്ല, ക്ഷേത്രമാക്കാം. അത് ക്ഷേത്രമല്ല, അതിനെ ഒരു ആശ്രമം എന്ന് പറയും. വീടെന്ന് പറഞ്ഞാൽ ഗ്രഹസ്ഥാശ്രമം എന്ന് വെച്ചാൽ ഗ്രഹത്തിലിരുന്ന് ആ ശ്രമം നടത്താൻ, ആ ശ്രമം നടത്താനുള്ള സ്ഥലം. എത്തിച്ചേരണോ അതിലേക്കുള്ള ശ്രമമാണ്. അതെ, അതാണ് ഗ്രഹസ്ഥാശ്രമം. ചേട്ടാ അമ്പലത്തിൽ വഴിപാട് നടത്താനുണ്ടോ? ചേട്ടാ അമ്പലത്തിൽ ആയിക്കോട്ടെ, വഴിപാട് നടത്താനുണ്ടോ? ഞാൻ ശ്രമിച്ചാൽ ചേട്ടാ അമ്പലത്തിൽ പോയിട്ട് വഴിപാട് നടത്താനുണ്ടോ? സാറേ, നല്ലൊരു ചർച്ചയായിട്ട് വന്നോട്ടെ. തർക്കം വേണ്ട, നല്ലൊരു കാര്യം. ആ പുള്ളി അങ്ങ് പുള്ളി കൊളത്തേ ഉള്ളൂ. എന്ത് പറഞ്ഞാലും അറിയാൻ വേണ്ടി ചോദിക്കുന്നത് വേറെ അറിയാം, അറിയാൻ വേണ്ടി ചോദിക്കുന്നത് വേറെ അറിയാം.